ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദ ഡോട്ട്സ് എന്ന പാഠഭാഗത്ത് പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ്. പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് ഈസ് എ കനേഡിയൻ ഓഥർ ആൻഡ് ഇല്ലുസ്ട്രേറ്റർ ഓഫ് ചിൽഡ്രൻസ് ബുക്ക്. പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് ഒരു കനേഡിയൻ എഴുത്തുകാരനും കുട്ടികളുടെ പുസ്തകങ്ങളുടെ ചിത്രകാരനുമാണ്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി ഫേബിൾ വിഷൻ. ഫേബിൾ വിഷൻ എന്ന വിദ്യാഭ്യാസ മാധ്യമ കമ്പനിയുടെ സ്ഥാപകനാണ്. റെയ്നോൾഡ് ഈസ് ദ ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ബുക്സ് അബൌട്ട് ഒതൻറ്റിക് ലേണിംഗ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. എന്നാണ് ആധികാരിക പഠനം, സർഗാത്മകത, സ്വയം പ്രകടിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള കുട്ടികളുടെ പുസ്തകങ്ങൾക്ക് റെയ്നോൾഡ്സ് പ്രശസ്തനാണ്. ഓക്കെ, ഇനി ഗ്ലോസറി നോക്കാം. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ശൂന്യം. ഓക്കെ, പിന്നെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഗെയ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്ഥിരമായി നോക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, ജപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തള്ളുക, എന്താണ് പുഷ് ചെയ്യുക എന്നൊക്കെ പറയാം. ഓക്കെ, റൂളർ, സ്ട്രെയിറ്റ് എഡ്ജ് യൂസ്ഡ് ഫോർ മെഷർ ഫോർ ഡ്രോ ലൈൻസ്, എന്താണ് രേഖകൾ അളക്കുന്നതിനോ വരയ്ക്കുന്നതിനോ ഉപയോഗിക്കുന്നത്. സ്പ്ലാഷ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ സ്പ്രെഡ് ഓൾ ഡയറക്ഷൻസ്, എല്ലാ ദിശകളിലേക്കും വ്യാപിപ്പിക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, സ്വിഗിൾ എന്ന് പറഞ്ഞാൽ ഈ കേവ് ലൈൻസ്. ഓക്കെ, ഇനി സ്വേർലി എന്ന് പറഞ്ഞാൽ ഹാവിങ് എ സ്പൈറൽ പാറ്റേൺസ്, എന്താണ് ഒരു സർപ്പിള പാറ്റേൺ എന്നൊക്കെ പറയാം. ഓക്കെ, ലെറ്റസ് എക്സ്പ്ലോർ ദ സ്റ്റോറി. എന്താണ് വൈ വാസ് വാസന്തി സാഡ്, എന്തുകൊണ്ടാണ് വാസന്തി സാഡ് ആയത്? എന്തിനാണ് വാസന്തി സാഡ് ആയത്? വാസന്തി സാഡ് ബിക്കോസ് ഷീ ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ്ന്റ് ഡ്രോ എ പിക്ചർ. തനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചതിനാലാണ് വാസന്തി സങ്കടപ്പെട്ടത്. ഓക്കെ, വാട്ട് ഡിഡ് ദ ടീച്ചേഴ്സ് ആസ്ക് വാസന്തി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദ പിക്ചേഴ്സ് ഓഫ് എ ഡോട്ട്. പിന്നെ ഒരു ഡോട്ടിൻ്റെ ചിത്രം വരച്ചതിന് ശേഷം ടീച്ചർ വാസന്തിയോട് എന്താണ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? എന്താണ് ആഫ്റ്റർ വാസന്തി ഡ്രോ എ ഡോട്ട് ഹെർ ടീച്ചേഴ്സ് ആസ്ക്ഡ് ഹെർ ടു സൈൻ ഹെർ പിക്ചർ. എന്താണ് വാസന്തിയോട് ഡോട്ട് ചിത്രം വരച്ചതിന് ശേഷം അവളുടെ ടീച്ചർ അവളുടെ ചിത്രത്തിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു അല്ലേ? പിന്നെ വാട്ട് ഡിഡ് വാസന്തി ടീച്ചേഴ്സ് ഡു വിത്ത് ഹെർ പിക്ചേഴ്സ്, എന്താണ് വാസന്തിയുടെ ടീച്ചർ അവളുടെ ചിത്രം ഉപയോഗിച്ച് എന്താണ് ചെയ്തത്? എന്താണ് ദ ടീച്ചേഴ്സ് ഫ്രെയിംഡ് വാസന്തിസ് പിക്ചേഴ്സ് ഇൻ സ്വീറ്റ് ഗോൾഡ് ആൻഡ് ഹഗ് ഇറ്റ്സ് എബവ് ഹെർ ഡെസ്ക്. ടീച്ചർ വാസന്തിയുടെ ചിത്രം സ്വർണ്ണത്തിൽ ഫ്രെയിമിട്ട് മേശപ്പുറയുടെ മുകളിൽ തൂക്കി. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വാസന്തി തിങ്ക് എ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്. എന്താണ് ഇതിലും മികച്ച ഒരു ഡോട്ട് ഉണ്ടാക്കാൻ തനിക്ക് കഴിയുമെന്ന് വാസന്തി കരുതിയത് എന്തുകൊണ്ട്? എന്താണ് വാസന്തി തോട്ട് ഷീ കുഡിൻറ്റ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട് ബിക്കോസ് സീയിങ് ഹെർ ഫ്രെയിംഡ് പിക്ചേഴ്സ് ഷീ ബിക്കേം എ കോൺഫിഡൻസ് ആൻഡ് വാണ്ടഡ് ടു ഡ്രോ എ ബെറ്റർ വൺ. അല്ലേ? എന്താണ് തനിക്ക് എന്താണ് ഇതിലും തൻ്റെ ഫ്രെയിം ചെയ്ത എന്താണ് ചിത്രം കണ്ടപ്പോൾ അവൾക്ക് ആത്മവിശ്വാസം തോന്നി. എന്താണ് അതിലും മികച്ചത് വരയ്ക്കാൻ ആഗ്രഹിക്കുകയും പിന്നെ അതിന് തനിക്ക് അതിലും മികച്ച ഡോട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വാസന്തി കരുതി. ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, വാസന്തി ആസ്ക്ഡ് ദ ബോയ്സ് ടു സൈൻ ഹിസ് പിക്ചേഴ്സ്. വൈ വാസന്തി എന്താണ് തൻ്റെ ചിത്രത്തിൽ ഒപ്പിടാൻ ബാലനോട് ആവശ്യപ്പെട്ടു, എന്തുകൊണ്ടാണ്? വാസന്തി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചേഴ്സ് ടു എൻകറേജ് ഹിം. അല്ലേ? ജസ്റ്റ് ഹാസ് ഹെർ ടീച്ചർ എൻകറേജ്ഡ്, ടീച്ചർ അവളെ എൻകറേജ് ചെയ്ത പോലെ ബാലനെ പ്രോത്സാഹിപ്പിക്കാനായി തൻ്റെ ചിത്രത്തിൽ ഒപ്പിടാൻ വാസന്തി കുട്ടിയോട് ആവശ്യപ്പെട്ടു. ഓക്കെ, വാട്ട് വിൽ ദ ബോയ്സ് ഡു നെക്സ്റ്റ്. ആൺകുട്ടി അടുത്തതായി എന്താണ് ചെയ്തത്? ദ ബോയ് വിൽ ബിക്കം മോർ കോൺഫിഡൻറ്റ് ആൻഡ് വിൽ ഡ്രോ എ പിക്ചർ ജസ്റ്റ് വാസന്തി ഡിഡ്. അല്ലേ? ആൺകുട്ടി കൂടുതൽ ആത്മവിശ്വാസം നേടുകയും വാസന്തി ചെയ്തതുപോലെ ചിത്രം വരയ്ക്കുകയും ചെയ്തു. ഇനി ഒരു ആക്ടിവിറ്റി സ്റ്റോറിയാണ്. Activity 1, some of the events of the stories are illustrated below. Develop a story based on the pictures given. എന്താണ് കഥയിലെ ചില സന്ദർഭങ്ങൾ താഴെ ചിത്രീകരിച്ചിരിക്കുന്നു. എന്താണ് നൽകിയിരിക്കുന്ന ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഒരു കഥ വികസിപ്പിക്കാനാണ് തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നോക്കുക, എന്നിട്ടൊരു കഥ വികസിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പം വൺ ഡേ എ ലയൺ വാസ് വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. എന്താണ് ഒരു ദിവസം സിംഹം കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ദെൻ ദ ലയൺ സോ എ റാറ്റ്. എന്താണ് റാറ്റിനെ ലയൺ കണ്ടു. ദ ലയൺ ക്രാബ്ഡ് ഹെർ റാറ്റ് വിത്ത് ഹിസ് പൗ. എന്താണ് അതിൻ്റെ കാലുപയോഗിച്ച്
സിംഹ എലിയെ കാലുകൊണ്ട് പിടിച്ചു. ദ റാറ്റ് ബഗ്ഡ്, റാറ്റ് അപേക്ഷിച്ചു, പ്ലീസ് സ്പെയർ മൈ ലൈഫ്, എന്താണ്, ദയവായി എൻ്റെ ജീവൻ രക്ഷിക്കൂ. പിന്നെ ഐ വിൽ ഹെൽപ്പ് യു സം ഡേ, എന്തെങ്കിലും ഞാൻ നിന്നെ സഹായിക്കും. അപ്പം ദ ലയൺ ലാഫ്ഡ് ആൻഡ് ആക്സെപ്റ്റഡ് ദ ഡീൽ ആൻഡ് ലെറ്റ്സ് ദ റാറ്റ് ഗോ. എന്താണ്, ലയൺ ആ ഡീൽ സ്വീകരിച്ച് എലിയെ വിട്ടയച്ചു. ഓക്കെ. ലേറ്റർ ഹണ്ടേഴ്സ് came into the forest and trapped the lion in nets. പിന്നീട് വനത്തിലെത്തിയ വേട്ടക്കാരൻ സിംഹത്തെ വലയിൽ കുടുക്കി. ഓക്കെ. ഹണ്ടേഴ്സ് ട്രാപ്ഡ് ലയൺ ഇൻ നെറ്റ്. ദ ലയൺസ് റോഡ് ലൗലി, ലയൺ ഉറക്കെ ഗർജിച്ചു. ബട്ട് നോബഡി കെയിം ടു ഹെൽപ്പ്, ആരും അവനെ രക്ഷിക്കാൻ വന്നില്ല. ജസ്റ്റ് ദെൻ ടു ടൈനി റാറ്റ് അപ്പിയർഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഗാൻബിങ് അറ്റ് ദ റോപ്സ്. അല്ലേ, എന്താണ് എലി വന്നിട്ട് എന്ത് ചെയ്തു, വല കടിച്ചു. പിന്നെ ദ ലയൺ വാസ് അമേസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ വെൻ ദ റാറ്റ് ഫൈനലി സെറ്റ് ഹിം ഫ്രീ. അപ്പോഴാണ് ചെറിയ എലി പ്രത്യക്ഷപ്പെട്ടത്. കയറിൽ കടിക്കാൻ തുടങ്ങിയത്. ഒടുവിൽ എലി അവനെ മോചിപ്പിച്ചു. സിംഹം ആശ്ചര്യപ്പെടുകയും നന്ദി പറയുകയും ചെയ്തു. അതിനുശേഷം അവർ ആഫ്റ്റർ ദാറ്റ് ദേ ബിക്കേം എ ബെസ്റ്റ് ഫ്രണ്ട്. ആഫ്റ്റർ ദാറ്റ് അവർ നല്ല ഫ്രണ്ടായി ജീവിച്ചു. ഓക്കെ, ഇത്രയാണ് ഫുൾ ആക്ടിവിറ്റീസും കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.